പുനർജനി കേസിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ക്ലീൻ ചിറ്റ് നൽകിയ സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ CPIM പ്രക്ഷോഭത്തിലേക്ക്. പരവൂരിൽ ഇന്ന് നടത്തുന്ന ബഹുജന പ്രതിഷേധ സദസ്സ് സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി രക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് അസാധാരണ നീക്കം നടത്തിയെന്നാണ് CPIMന്റെ ആരോപണം. വിദേശത്ത് വെച്ച് നടത്തിയ ഇടപാടുകളെക്കുറിച്ച് കേന്ദ്ര ഏജൻസികളാണ് അന്വേഷിക്കേണ്ടത് എന്നാണ് പരാതിക്കാരന്റെ നിലപാട്. അർജുൻ മട്ടന്നൂർ ചേരുകയാണ് നമുക്കൊപ്പം. അർജുൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു പുതിയ സർക്കാർ അധികാരമേറ്റതിന് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശന്. പക്ഷേ ഈ പുനർജനി കേസ് അങ്ങനെ വിടാൻ ഇപ്പോഴത്തെ പ്രതിപക്ഷം CPM ഉദ്ദേശിക്കുന്നില്ല, അല്ലെ? അതും സംസ്ഥാന തലത്തിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഈ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് UDF-നെതിരെ, മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ പ്രതിഷേധം കനപ്പിക്കാനാണോ തീരുമാനം? ഈ ഒരു കേസിൽ തെളിവുകളുണ്ട് വി.ഡി. സതീശനെതിരെ എന്ന് തന്നെയാണോ CPM പറയുന്നത്? ഗുഡ് മോർണിംഗ് ഷിഹാസ്, കീർത്തന. അതായത് പുനർജനി കേസിൽ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ രക്ഷിക്കാൻ വേണ്ടി അസാധാരണ നീക്കം നടത്തിയെന്നതാണ് CPM ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഇത് രാഷ്ട്രീയമായും അതോടൊപ്പം തന്നെ നിയമപരമായും ഇതിലൊരു പോരാട്ടം നടത്താൻ തന്നെയാണ് CPMന്റെയും അതോടൊപ്പം തന്നെ പരാതിക്കാരടക്കമുള്ള ആളുകളുടെയും തീരുമാനം. എന്തായാലും CPM പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ തട്ടകത്തിൽ, അതായത് പറവൂരിൽ തന്നെയാണ് ഈ പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്തത്. ഇന്ന് രാവിലെ 10:30 ബഹുജന പ്രതിഷേധ സദസ്സ് എന്ന പേരിൽ CPM ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ CPM CPI ജില്ലാ സെക്രട്ടറിമാരടക്കം പങ്കെടുക്കുന്നുമുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പരാതിക്കാരൻ തന്നെ പറഞ്ഞിരുന്നു, ഇത് വിദേശത്ത് വെച്ച് നടന്ന സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസാണ്. സ്വാഭാവികമായും ഇത് കേന്ദ്ര ഏജൻസികൾക്ക് മാത്രമാണ് അന്വേഷിക്കാൻ കഴിയുക, വിജിലൻസിന്റെ പരിധിക്ക് പുറത്താണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വിജിലൻസ് ശുപാർശ ചെയ്തതുപോലെ CBI അന്വേഷിക്കണം എന്ന ആവശ്യമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. പക്ഷേ പകരം യാതൊരു തെളിവുകളുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വി.ഡി. സതീശനെ കുറ്റവിമുക്തനാക്കാനുള്ള അല്ലെങ്കിൽ ക്ലീൻ ചിറ്റ് നൽകാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ആഭ്യന്തര വകുപ്പ് കടന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. മാത്രവുമല്ല, വിദേശത്ത് വെച്ച് ഇത്തരത്തിൽ ഫണ്ട് ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളടക്കം നേരത്തെ പരാതിക്കാരും പിന്നീട് CPM-ഉം പുറത്തുവിടുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ഇത്തരത്തിൽ നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ അനുമതി ഇല്ലാതെയാണ് വി.ഡി. സതീശൻ അന്ന് വിദേശത്ത് പോവുകയും ഈ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം ആവശ്യപ്പെടുകയും ചെയ്തത്. ഇത് ചട്ടവിരുദ്ധമാണ്, ഇത് നിയമവിരുദ്ധമാണ് എന്ന ആക്ഷേപവും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് പ്രക്ഷോഭം ശക്തമാക്കുക, രാഷ്ട്രീയമായി പ്രക്ഷോഭം ശക്തമാക്കുക, അതോടൊപ്പം തന്നെ നിയമപോരാട്ടം മറുഭാഗത്ത് നടത്തുക എന്ന ഉദ്ദേശത്തിലേക്കാണ് ഇപ്പോൾ CPM-ഉം അതോടൊപ്പം തന്നെ പരാതിക്കാരും പോകുന്നത്. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തന്നെയാണ് CPM-ന്റെ തീരുമാനം.